ആ പൈപ്പിന്റെ അളവ് എത്രയാണെന്ന് ഇവൻ അളന്നെടുക്കും. ഭാഗ്യദോഷം എന്ന് പറയട്ടെ, ഈ സമയം നോക്കി പകലാണെങ്കിലും ആ മുറിയിലേക്ക് 2 കിഴങ്ങന്മാർ വരുന്നുണ്ട്. ഹീറോ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് അവന്മാർ ആ ടണലിലേക്ക് ഇറങ്ങി വരിക. എന്ത് ചെയ്യാൻ പറ്റും? കൈ കിട്ടിയാൽ തീർന്നു. ഹീറോ മെല്ലെ പുറകിലേക്ക് മാറും. അവന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഭാഗ്യത്തിനൊരു പൊത്തുണ്ട് അവിടെ. അവന്മാരെ എക്സ്ട്രാ കുഴിച്ചാൻ തോന്നുന്നു. ഒരു പൊത്തുണ്ട്. പൊത്തിലാണെങ്കിലും നേരെ നോക്കിയാൽ കാണാൻ പറ്റും. സോ കുറച്ച് മണ്ണെടുത്ത് വാരി പൂശാണ് ഹീറോ ശരീരം മൊത്തം. സംഭവം ഈ വില്ലനൊരു ചേട്ടനുണ്ട്. അവനും ക്രിമിനലാണ്. അയാൾക്ക് ഈ ടണല് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വില്ലൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അയാൾ ഈ പൈപ്പൊക്കെ കണ്ടിട്ട് ചില ഐഡിയകൾ പറഞ്ഞു കൊടുക്കും. ഇവരങ്ങനെ ടണലിൽ കൂടെ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംഭവം വില്ലന്റെ പാർട്ട്ണറായിട്ടുള്ള ലെഫ്റ്റി എന്ന ആള്, അയാളെ വില്ലന്റെ ചേട്ടൻ ഇഷ്ടമല്ല. അവൻ ചതിക്കുമോ എന്ന സംശയമുണ്ട് വില്ലന്റെ ചേട്ടന്. പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് കൂടുതലുള്ള ആളാണ് ഈ ലെഫ്റ്റി. അവനെക്കുറിച്ച് തോന്നിയാസം പറയരുത് എന്ന് പറഞ്ഞ് വില്ലൻ ചേട്ടനോട് ചൂടാകും. അവൻ ഇന്ന് വരെ ഒരു ചെറിയ കരു പോലും ഞാൻ അറിയാതെ അനക്കിയിട്ടില്ല. എനിക്ക് അവൻ ദ്രോഹം ചെയ്യില്ല. ചെയ്താൽ അവന് ലൈഫില്ല. ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ ചിന്തിക്കാതെ വാ പോവാന്ന് പറഞ്ഞ് അവൻ ചേട്ടനെയും വിളിച്ചോണ്ട് പോകും. അത് കഴിഞ്ഞ് അവന്മാര് പോയി കഴിഞ്ഞ് ഹീറോ തിരിച്ചു വരുന്നു. അമ്മച്ചിപ്പെണ്ണ് എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ കുഞ്ഞുമോള്, അവള് മുറി കാണുമല്ലോ. ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞുമോളെ കാണുന്നില്ല. അവള് വീണ്ടും ഒളിച്ചു കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം കണ്ട് ഞെട്ടുക. ഈ പട്ടി ബേസ്മെന്റിൽ നോക്കിയിരിക്കുകയാണ്. ബേസ്മെന്റിൽ പോണ ഗേറ്റും തുറന്നിട്ടുണ്ട്. സോ കുഞ്ഞ് താഴെ ബേസ്മെന്റിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോ ഓടിപ്പെടച്ച് ചെന്ന് ആ ടണൽ വഴി നോക്കുമ്പോൾ കുഞ്ഞതിലൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. സ്ക്രീനിൽ അവൾ അടുത്ത ബിൽഡിങ്ങിലെ മുറിയിലേക്ക് പോയിരിക്കുന്നത് കാണാം. അവളവിടെ തപ്പി കളിച്ചുകൊണ്ടിരിക്കുകയാവും. പെട്ടെന്നാണ് ആരൊക്കെയോ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. കുഞ്ഞ് ഓടിച്ചെന്ന് ഒളിച്ചിരിക്കും. ഈ വരുന്ന ആൾക്കാരുടെ കൂടെ ഒരു അങ്ങനെ പറയാൻ പാടില്ല, കുറച്ച് മുതുമുതുവായ ഒരു കിളവൻ അങ്ങോട്ട് വരുന്നു. ഇയാളാണ് ഈ പ്രൊജക്ടിന്റെ എല്ലാം ഹെഡ്. ആ ഏരിയ കൗൺസിലർ എങ്ങാണ്ടാണ് പുള്ളി. നേരത്തെ പോലീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ക്ഷമിക്കൂ, സംഭവം പൊളിറ്റീഷ്യനാണ്. കൗൺസിലർ എങ്ങാണ്ടാണ് പുള്ളി. ഒരു ദിവസം വൈകി പോയത് കൊണ്ട് തന്നെ അയാളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടും ഇവരുടെ ജോലി എങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇന്ന് കാണാൻ വന്നിരിക്കുകയാണ്. ഇവര് പ്ലാൻ എന്താന്ന് പറയും. ഒരു ദിവസം വൈകിയെങ്കിലും ഏകദേശം എത്തിക്കഴിഞ്ഞു. വോൾട്ടിന്റെ താഴെ ചെറിയൊരു പൊട്ടാസ് വെച്ച് പൊട്ടിച്ച് തറ പൊളിച്ച് വോൾട്ടിനകത്തേക്ക് കയറും. 25th 8 മണിക്ക് ഞങ്ങൾ എൻട്രായി സാധനമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. 25-നാണെങ്കിൽ ആ നാട്ടിലൊരു ഉത്സവമുണ്ട്. പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഉണ്ടാവും. സോ ആൾക്കാരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയൂല. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റി ഇല്ലേ, അയാൾ എൻ്റെ വാച്ച് കാണാനില്ല, ഇവിടെ എവിടെയോ വെച്ചതാണല്ലോ, കാണാനില്ല എന്ന് പറഞ്ഞ് തപ്പി നടക്കുക. അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പ്രാന്തനാന്നും പറഞ്ഞ് നമ്മുടെ മുത്തപ്പൻ ബാക്കി എല്ലാവരും പുറത്തു പോകൂ, എനിക്ക് വില്ലനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വില്ലനോട് ചോദിക്കും, ഈ പണി കഴിഞ്ഞ് നീ എല്ലാ പരിപാടിയും നിർത്തി റിട്ടയർ ആവാണെന്ന് കേട്ടു, സത്യമാണോ? അവൻ പറയും, അതെ, എനിക്കൊരു പെണ്ണുണ്ട്, ഞാൻ അവളുടെ കൂടെ നാട് വിടാൻ പോവാണ്. അപ്പൊ മുത്തപ്പൻ, നീ എന്തേലും കാണിക്ക്, പക്ഷെ ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്തോ, 155. ആ നമ്പർ വോൾട്ടിൽ ഒരു എൻവലപ്പ് ഉണ്ട്, അതെനിക്ക് വേണം. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് വേണം. അതാണ് പ്രധാനം. രാത്രി 11 മണിക്ക് മുന്നേ ആയിട്ട് എല്ലാ പരിപാടിയും തീർക്കണം. കാരണം ആ സമയത്ത് പെട്രോൾ പോലീസിനെ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാം. 11 മണി കഴിഞ്ഞാൽ പിന്നെ എന്റെ കൺട്രോൾ ഉണ്ടാവില്ല. സ്റ്റേ കാം, ഡോണ്ട് മേക്ക് എ മെസ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകും. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. എല്ലാവരും പോയി എന്നറിയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞു പെണ്ണ് ശ്വാസം പിടിച്ചുകൊണ്ട് തിരിച്ചോടി വരുന്നു. ഹീറോയ്ക്കും പേടിയായിരുന്നു, അവരുടെ കണ്ണിപ്പെട്ടാൽ ഉറപ്പായിട്ട് കുഞ്ഞിനെ കൊന്നുകളയുമായിരുന്നു. ഭാഗ്യം, അവൾ തിരിച്ചു കിട്ടി. ഈ കള്ളിപ്പെണ്ണ് എന്താ കാണിച്ചിരിക്കണമെന്ന് വെച്ചാൽ ആ ലെഫ്റ്റിയുടെ ചെയിൻ വാച്ച് അതും അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഹീറോ നമ്മുടെ അമ്മച്ചി പെണ്ണിന്റെ അടുത്ത് വന്ന്, നിന്റെ കാമുകൻ ഒരുപാട് നേരമായിട്ട് നിന്നെ വിളിക്കുന്നു, നീ ഈ ഫോൺ അറ്റൻഡ് ചെയ്യണം, നിനക്കൊരു കുഴപ്പമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയണം, എനിക്ക് വേണ്ടി നീ അത് പറയണം. അത് കേട്ട് അവള് പറയും, ഞാൻ എന്തിനു നിന്നെ സപ്പോർട്ട് ചെയ്ത് അവനോട് സംസാരിക്കണം, ഞാൻ എന്തിനു വേണ്ടി നിന്നെ രക്ഷപ്പെടുത്തണം, അതിന്റെ ആവശ്യം എന്താ? അപ്പൊ ഹീറോ, നിനക്കറിയോ, നിന്റെ മോള് സംസാരിക്കും, നിന്റെ മോള് പട്ടിക്കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, നീ അത് അറിഞ്ഞിട്ടില്ല. ഞാൻ പട്ടിയുടെ ബെൽറ്റിൽ ഒരു റെക്കോർഡർ സ്ഥാപിച്ചിരുന്നു, അതിലെ ശബ്ദമാണിതെന്ന് പറഞ്ഞ് ഹീറോ ആ കുഞ്ഞ് സംസാരിക്കുന്ന കാര്യങ്ങള് അമ്മച്ചിയെ കേൾപ്പിക്കും. നീ പറഞ്ഞില്ലേ, നിന്റെ മോൾക്ക് 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവള് സംസാരിക്കാതെ ആയതെന്ന്. ആ സമയത്തല്ലേ നീയും നിന്റെ കാമുകനുമായിട്ട് ബന്ധത്തിലായത്? അത് കഴിഞ്ഞിട്ടാണ് അവള് സംസാരിക്കാതെ ആയത്. അതെന്തുകൊണ്ടാണെന്ന് ഈ കുഞ്ഞ് പട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ബോയ് ഫ്രണ്ടും ഞാനും കൂടി അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗെയിം കളിക്കാറുണ്ട്, അത് അമ്മയോട് പറയാനേ പാടില്ലെന്നാണ് ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കുട്ടികളും ഈ ഗെയിം കളിക്കൂത്രേ. അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് അസൂയാവും. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയോട് മിണ്ടാത്തത്, ഞാൻ ആരോടും മിണ്ടാത്തത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണെന്ന് ആ കുഞ്ഞ് കരഞ്ഞു പറയാം പട്ടിയോട്. ഇത് കേട്ട് അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല. ഹീറോ അമ്മച്ചി പെണ്ണിനെ സമാധാനിപ്പിക്കും, പേടിക്കണ്ട, അവൾക്കൊരു കുഴപ്പമില്ല, ഞാനുണ്ട് അവളുടെ കൂടെ.
ഇനി അവൾ ഉപദ്രവിക്കില്ല. അവന്റെ പ്ലാനും ജീവിതവും നശിപ്പിക്കാൻ എനിക്ക് കഴിയും. അവനെ ഞാൻ ഇല്ലാതാക്കാം. നീ വിഷമിക്കാതെ. അമ്മ കരഞ്ഞോണ്ട് പറയാണ്, എനിക്ക് അവനെ കൊല്ലണമെന്ന്. നീ സമാധാനിക്ക്. ഇപ്പോ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അതാണ് ചെയ്യേണ്ടത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, അയാൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത്, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. എന്നിട്ട് അമ്മ കിടന്ന് പെടയാണ്, എനിക്ക് എൻ്റെ മോൾ ഇപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞ്. കാണാൻ സമയമായിട്ടില്ല, അവൾക്കൊരു കുഴപ്പമില്ല, ഞാൻ കാണിക്കാം, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഹീറോ വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്ത് അമ്മച്ചിയെ ഉറക്കിക്കളയും. അത് കഴിഞ്ഞ് ഗാർഡൻ ഏരിയ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോഴാണ് ഈ കൊച്ചു പെണ്ണ് അടുത്ത് വരുന്നത്. അവൾക്കിപ്പോ നമ്മുടെ ഹീറോയോട് പേടിയില്ല, ഇഷ്ടമാണ്. നേരത്തെ രാത്രി ഈ കൊച്ച് ഹീറോയുടെ അടുത്തേക്ക് പോയില്ലേ, അത് മറ്റേ ആള് ശീലിപ്പിച്ച പണിയാണ്. അതേ ഭയം ഹീറോയോടും ഈ കൊച്ചിനുണ്ടായിരുന്നു. പാവം പെൺകുട്ടി. ഇപ്പം ആ ഭയമില്ല, അവൾക്ക് വിശ്വാസമാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഈ കൊള്ളക്കാരി സംഘം അവരെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വോൾട്ടിന്റെ അടിഭാഗം വരെ കുഴിച്ചു കഴിഞ്ഞു. അവിടെ ബോംബും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ട് വന്ന് പണി നടത്തിയാൽ മതി. 8 മണിക്ക് വന്നിട്ട് ഡീല് പറഞ്ഞ് അവരെല്ലാം പിരിയും. ഈ ചാൻസിനാണ് ഹീറോ ആ തുരങ്കത്തിലേക്ക് ഇറങ്ങേണ്ടത്. അവർ വരുന്നതിന് മുന്നേ പണി തീർക്കണം. അവൻ റെഡിയായിട്ട് ഈ കൊച്ചുപെണ്ണിനെ പൂട്ടിയിടും, അവൾ എങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് തുരങ്കത്തിലേക്ക് ഇറങ്ങാണ് ഒരു ബാഗൊക്കെ എടുത്തിട്ട്. നേരെ ആദ്യം വന്ന് ഈ വോൾട്ടിന് താഴെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ആ ചെറു ബോംബ് അതെടുത്തോണ്ട് പോയി വാട്ടർ പൈപ്പില്ലേ അതിന്റെ അടുത്ത് സ്ഥാപിക്കും. അത് കഴിഞ്ഞ് ഈ വോൾട്ടിന്റെ ഭാഗത്തേക്ക് വന്ന് ചുറ്റികയും ആണിയും കൊണ്ട് അതിന്റെ തറ പൊളിച്ച് വോൾട്ടിനകത്തേക്ക് കയറും. ഇപ്പൊ ബാങ്കിനകത്താണ് ഹീറോ, ബാങ്കിലെ വോൾട്ടിനകത്ത്. അവിടുന്ന് 748 എന്ന നമ്പറുള്ള ലോക്കർ തുറന്ന് അതിനകത്തുണ്ടായിരുന്ന പണം എല്ലാം എടുക്കാണ്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോകും. ഒരു വോൾട്ടിൽ നിന്ന് മാത്രമേ പണം എടുത്തിട്ടുള്ളൂ, ആവശ്യമുള്ള പണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ചെറിയ വോൾട്ട് പെട്ടി തുറന്നു കിടപ്പുണ്ട്, അതവൻ അറിഞ്ഞിട്ടില്ല. പോകാൻ നേരത്താണ് പണി കിട്ടിയതുപോലെ വില്ലന്മാര് തുരങ്കത്തിലേക്ക് ഇറങ്ങുന്നത്. അവര് ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. അവസാനമായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് താഴത്തേക്ക് ഇറങ്ങി വന്നത്. ഭാഗ്യത്തിന് ആ പെണ്ണിന്റെ കണ്ണിൽ ഹീറോ പെട്ടില്ല. എന്നാൽ ബോംബ് ഓണായി കഴിഞ്ഞു, അത് എത്രയും പെട്ടെന്ന് പൊട്ടും. ഹീറോയ്ക്കാണെങ്കിൽ തിരിച്ച് തന്റെ വീടുള്ള ഭാഗത്തേക്ക് പോകാനുള്ള സമയമില്ല, അപ്പോഴേക്കും പൊട്ടിക്കളയും. സോ ഹീറോ തിരിഞ്ഞു നടന്ന് വീണ്ടും ബാങ്ക് വോൾട്ടിനകത്തേക്ക് കയറി വരാൻ നേരത്താണ് ഈ ബോംബ് പൊട്ടുന്നത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി തുരങ്കത്തിലൂടെ വന്ന് തന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാണ്. എന്നിട്ട് ആ ഹോളും അടച്ചു വെച്ചു. ഇപ്പൊ വില്ലന്മാര് ആ തുരങ്കത്തിലൂടെ ഇറങ്ങിപ്പോകും, വോൾട്ടിലേക്ക് എത്തും. ഈ സമയം ബോംബ് പൊട്ടിയില്ലേ, അത് പൈപ്പിന്റെ ഭാഗത്താണല്ലോ പൊട്ടിയത്, അതുകൊണ്ട് പൈപ്പ് ലീക്കായി വെള്ളം ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വോൾട്ടിനകത്തേക്ക് കയറിയ വില്ലന്മാര് ഓരോ ലോക്കറായിട്ട് പൊളിച്ച് പണം എടുക്കാണ്. പണം എടുത്ത് ആ പെട്ടിക്കകത്തിട്ട് അവരെ ബിൽഡിങ്ങിലേക്ക് അവർ വലിച്ചെടുക്കും. ഇങ്ങനെ പണം പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം എടുത്ത് തീരാറായ സമയത്താണ് ഈ പ്രത്യേകം 748 ബോക്സ് തുറന്നെടുക്കുന്നവർ കാണുന്നത്. 3 പേര് അകത്തും 3 പേര് പുറത്തും. അങ്ങനെയാണ് വില്ലന്മാര് നിൽക്കുന്നത്. ഇപ്പൊ ഈ പൈപ്പിന്റെ പൊട്ടല് അത് കൂടിയിട്ട് വെള്ളം കൂടുതലായിട്ട് ഒഴുകാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവര് തുരങ്കത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് വെള്ളം ലീക്കായത് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇവർക്കറിയില്ല. ഹീറോ ഇടയിൽ കയറി പണിതത് ഇവർക്കറിയില്ലല്ലോ. ആ പെണ്ണ് ഒന്നുകൂടി അകത്തേക്ക് പോകുമ്പോൾ കാര്യമായി വെള്ളം പൊട്ടി ഒലിക്കുന്നുണ്ട്. ഇനി അധിക സമയമില്ല, തുരങ്കെല്ലാം നിറഞ്ഞു കളയും വെള്ളം കൊണ്ട്. ഇവർക്ക് പെട്ടെന്ന് തന്നെ പുറത്തു കിടക്കണം. അവൾ വിളിച്ചു പറയും, എല്ലാവരും പുറത്തു കിടക്കൂ, ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല. ഇവര് 3 പേരും തുരങ്കത്തിലിറങ്ങി രക്ഷപ്പെടാൻ നോക്കാണ്. ആദ്യമേ ആ പെണ്ണാണ് പോവുക. എന്നാൽ ബാക്കിയുള്ള 2 ആണുങ്ങൾക്ക് മനസ്സിലായി തിരിച്ചെത്താൻ ഇവർക്ക് സമയമില്ല, അപ്പോഴേക്കും വെള്ളം നിറഞ്ഞു കളയും. സോ ഈ ആണുങ്ങൾ തിരിഞ്ഞു നടക്കുന്നു വോൾട്ടിലേക്ക്. എന്നാൽ പെണ്ണ് കുടുങ്ങിപ്പോയി. അവൾക്ക് അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ. തുരങ്കത്തിലാകെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ ബാക്കി 3 പേര് കയ്യിൽ കിട്ടിയ പണവും ഡീറ്റെയിൽസും കൊണ്ട് അവിടെ നിന്ന് ഓടിക്കളയും. ഇവിടെ അകത്ത് പെട്ടുപോയത് ഒരു പെണ്ണ് മാത്രമാണ്. അവൾ കിടന്ന് പെടയുന്നു, നിലവിളിക്കുന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, കൈയൊഴിയല്ലേ എന്ന് പറഞ്ഞ് കരയുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് അവളെ രക്ഷപ്പെടുത്താതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്റെ ഭാഗത്തെ മൂടി മാറ്റി ഹീറോ കൈ നീട്ടിക്കൊടുക്കും, വായോ വന്ന് കേറ്. അപ്പൊ ഈ കൈ പിടിച്ച പെണ്ണ്, ഇവിടെ ഒരുത്തനുണ്ടേ, അവൻ എന്റെ കൈ കിട്ടി, ഞാൻ അവനെ പിടിച്ചു കഴിഞ്ഞു, ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് വിളിച്ചു പറയുക. രക്ഷിക്കാൻ നോക്കിയ പെണ്ണ് തന്നെ കുടുക്കിക്കളയും, എല്ലാം നഷ്ടമായി പോകും, ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഇല്ലാതായി പോകുന്നു മനസ്സിലാക്കിയ ഹീറോ വേറെ വഴിയില്ലാതെ ആ ക്യാപ്പിട്ട് തുരങ്കം അടച്ചു വെക്കുകയാണ്. വേറെ വഴിയില്ല, ആ പെണ്ണ് മരണപ്പെട്ടു. ഇപ്പൊ തുരങ്കം നിറഞ്ഞ് വെള്ളം ഒഴുകാൻ തുടങ്ങി. മറ്റേ 2 കള്ളന്മാരും വോൾട്ടിനകത്ത് പെട്ടും പോയി. ഇവിടെ ഹീറോ ആ ഉണ്ടാക്കിയ ഹോളിന്റെ ഭാഗത്തേക്ക് തന്റെ കമ്പ്യൂട്ടറും സാമഗ്രികളും വലിച്ചിടും, പെട്ടെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ. എന്നിട്ട് തന്റെ ബേസ്മെന്റിൽ നിന്ന് കയറി മുകളിലേക്ക് വരികയാണ്. ആ ബാഗുമായി ഈ പണമുള്ള ബാഗ് കൊണ്ടുപോയി കബേർഡിനകത്ത് വെക്കും. എന്നിട്ട് ചെന്ന് ഈ അമ്മച്ചി പെണ്ണിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവളാണെങ്കിൽ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ഇവൻ അടുത്ത് വന്ന ഉടനെ കയ്യിൽ കിട്ടിയൊരു സാധനം കൊണ്ട് അവനെ അടിച്ചിട്ടിട്ട്, എന്താടാ സംഭവിച്ചത്, സത്യം പറയും, ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തു നീ. ഹീറോ പറയും, ചില കാര്യങ്ങൾ കൈവിട്ടു പോയി, അവര് രക്ഷപ്പെട്ടു, 3 പേര് രക്ഷപ്പെട്ടു, നമുക്കിനി ഇവിടെ നിൽക്കാൻ പാടില്ല. അത് കേട്ട അമ്മച്ചി പെണ്ണ്, അവര് വരും, നമുക്കിനി എങ്ങോട്ട് രക്ഷപ്പെടാൻ, അവര് നമ്മളെല്ലാവരെയും കൊല്ലും, നീ എന്തു പണിയാണ് കാണിച്ചത്.
അപ്പൊ ഹീറോ, നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് 3 പേർക്ക് ഇവിടുന്ന് പോകാം, അവന്മാരാരെയും കൊല്ലില്ല, ഞാനുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ. അപ്പൊ അമ്മച്ചി പെണ്ണ്, ഇല്ല, നിന്നെ കൊണ്ട് കഴിയില്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് തടയാൻ ആരെ കൊണ്ട് കഴിയില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അവന്റെ അടുത്ത് പോകണം, എന്നാൽ മാത്രമേ എന്റെ കുഞ്ഞിനെയെങ്കിലും അവൻ കൊല്ലാതിരിക്കുകയുള്ളൂ, എന്നോട് ക്ഷമിക്കുക, ഇതാണ് ശരിയെന്നും പറഞ്ഞ് ഇവള് ഹീറോയെ ഇഞ്ചക്ഷൻ വെച്ച് കിടത്താൻ നോക്കുകയാണ്. പക്ഷെ ഹീറോ വിട്ടുകൊടുക്കില്ല. ഒറ്റ തല്ല് തലയ്ക്ക് തല്ലി അവളെ ബോധം കെടുത്തിയിട്ട് ഹീറോ അവൾക്ക് വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ മയക്കും. എന്നിട്ട് അവൻ മെല്ലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ. സംഭവം വലിയ സീനായിട്ടുണ്ട്. ആ വോൾട്ടിനകത്ത് കുടുങ്ങിയ ആൾക്കാർ അവിടുന്ന് അലാം അടിക്കാൻ തുടങ്ങി. പോലീസുകാരും ഫയർഫോഴ്സും അവിടെ എത്തിക്കഴിഞ്ഞു. ബാങ്കിൽ ഒരു കൊള്ള നടക്കുകയാണെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. ഹീറോ പുറത്തു വന്നിട്ട് പോലീസുകാരോട് പറയും, എന്റെ വീട് നിറച്ചും വെള്ളമാണ്, എന്താ പറ്റിയത്, അതിന് നഷ്ടപരിഹാരം ആരാ തരിക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പോലീസുകാരൻ പറയും, എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടിനകത്തേക്ക് പോകൂ, പുറത്തു നിൽക്കാൻ പാടില്ല, ഇവിടെ ഒരു റോബറി നടന്ന സ്ഥലമാണ്, നിങ്ങൾ പോകൂ, വീടിനകത്തേക്ക് പോകൂ, ഞങ്ങൾ പിന്നീട് വന്നിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു വിടും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ആ മൂത്താപ്പയില്ലേ, പുള്ളിക്കാരൻ കാറിൽ കാത്തിരിക്കുന്നുണ്ട് പുറത്ത്. അയാൾ ഈ വില്ലനെ വിളിച്ചിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. വില്ലൻ പറയും, എനിക്കറിയില്ല, പെട്ടെന്ന് വെള്ളം വരാൻ തുടങ്ങി എല്ലാ ഭാഗത്തു നിന്നും, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സാധനമൊന്നും കിട്ടിയില്ല. ഈ മൂത്താപ്പയ്ക്ക് സംശയമുണ്ട് ഹീറോയോട്. അയാൾ പോലീസുകാരെ വിളിച്ചുകൊണ്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരും. ഹീറോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വീടിനകത്തേക്ക് കയറും. ഹീറോ പറയും, എന്റെ ഭാര്യയും കുഞ്ഞും ഉള്ളൂ, അവർ പോകാൻ കിടന്നുറങ്ങാൻ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നോക്കുമ്പോൾ ഭാര്യയും കുഞ്ഞും ഉണ്ട്, അവർ കിടന്നുറങ്ങുന്നു. പോലീസുകാർക്ക് അതിൽ സംശയമില്ല. ബേസ്മെന്റിൽ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടർ എല്ലാം ചിന്നിച്ചെതറി കിടക്കുകയാണ്. കുഴി കുഴിച്ചതിന്റെ അടയാളമൊന്നും കാണുന്നില്ല. സോ തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പോലീസുകാർ ഇപ്രാവശ്യം ഇറങ്ങിപ്പോകുന്നു. പോകാൻ നേരത്ത് മൂത്താപ്പ ഹീറോയോട് തന്റെ ഫോൺ താടോ, എനിക്കൊരു കാര്യമുണ്ടെന്നും പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കും. അത് ഹീറോയിന്റെ ഫോണാണ്. ആ ഫോണിൽ അയാളുടെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഹീറോയ്ക്ക് കൊടുക്കും. ഇവിടെ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ എനിക്ക് ഉടനെ വിളിച്ചു പറയണം, അതിനു വേണ്ടിയാണിത്, മനസ്സിലായല്ലോ? എന്തേലും കുഴപ്പം നീ കാണിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോകും. ഇവരെ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, വീണ്ടും 3-4 പേര് വരുന്നുണ്ട്. ഞങ്ങൾ പോലീസാണ്, ഞങ്ങൾക്ക് വീണ്ടും സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഹീറോ പറയും, ഓൾറെഡി സെർച്ച് ചെയ്താണല്ലോ, നിങ്ങൾ ആരാണ്? ഇയാൾ ID കാർഡൊക്കെ കാണിച്ചിട്ട് അകത്തേക്ക് വിടുന്നോ ഇല്ലയോ, ഞങ്ങൾക്ക് ഉറപ്പായിട്ട് സെർച്ച് ചെയ്യണം, മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് ഇവർ വീടിനകത്തേക്ക് കയറും. ഈ സമയത്ത് മൂത്താപ്പ വില്ലനെ വിളിച്ചിട്ട്, വില്ലനാണ് ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയിരിക്കുന്ന ആ വില്ലനെ വിളിച്ചിട്ട് ബോക്സ് 748 അത് അവന്മാർ തുറന്നിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ കാണാനില്ല, അതെവിടെ പോയി, അതെനിക്ക് കിട്ടിയേ തീരും, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് താ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വില്ലനെ മിരട്ടുന്നു. ഈ സമയം നോക്കിയിട്ട് ഹീറോ മൂത്താപ്പയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവിടെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ വില്ലൻ ഹീറോയോട് ചോദിക്കും, ഇവിടെ എന്താണ് സംഭവിച്ചത്, സത്യം പറയും, നീ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ഹീറോ പറയും, എനിക്കറിയില്ല, വെള്ളം എല്ലാ ഭാഗത്തുനിന്നും വരാൻ തുടങ്ങി. ഉടനെ ഞാൻ പുറത്തുള്ള പോലീസുകാരോട് റിപ്പോർട്ടും ചെയ്തു, അവരാണ് പറഞ്ഞത് ബാങ്കിൽ കൊള്ള നടക്കുന്നുണ്ടെന്ന്. അപ്പൊ വില്ലൻ ചോദിക്കും, ഇവിടെ തന്റെ കൂടെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഹീറോ പറയും, ഇല്ല, ഇപ്പൊ ആരും താമസിക്കുന്നില്ല, ഒരമ്മയും കൊച്ചും താമസിച്ചിരുന്നു, പക്ഷെ അവർ ഇന്നലെ തന്നെ ഈ വീട് വിട്ടുപോയി. ഹീറോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞ് പുറകിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് ഹീറോ കണ്ടില്ല. സോ ഹീറോ കള്ളാണ് പറയണതെന്ന് വില്ലന് മനസ്സിലായി. എഴുന്നേക്കടാ, അവളുടെ അമ്മ എവിടെ, എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞ വില്ലൻ അമ്മയെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് വരുന്നു. അവള് ബോധം കെട്ട് കിടക്കാണ്. സോ ഹീറോ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് വില്ലന് മനസ്സിലായി. വില്ലൻ ഹീറോയെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് വരും. നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, സത്യം പറയും. വില്ലന്റെ കൂടെയുള്ള ആൾക്കാർ ഹീറോയെ വലിച്ചിട്ട് ചവിട്ടാൻ തുടങ്ങും. സത്യം പറയും, ഇവിടെ എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാലും ഞാൻ നിന്നെ കൊല്ലും, പറഞ്ഞില്ലെങ്കിലും കൊല്ലും, പക്ഷെ കൊല്ലുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് നീ മരിക്കില്ല, നീ എന്തായാലും ഞങ്ങളുടെയൊക്കെ മോന്തകൾ കണ്ടു കഴിഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലും. ഇത് പറഞ്ഞ് പുള്ളി തോക്കെടുത്ത് നീട്ടുമ്പോഴാണ് ഹീറോയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത് വില്ലൻ കാണുന്നത്. അത് ഹീറോയിന്റെ ഫോണാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഞാൻ നിന്റെ വീടിന് വെളിയിലുണ്ട്, കതക് തുറക്കുക എന്ന് ആരോ പറയുന്നു. കതക് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മൂത്താപ്പ, ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാൾ വലിച്ച് മൂത്താപ്പനകത്ത് കൊണ്ടുവന്നിട്ട്, സത്യം പറയടാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നീ എന്തിനാണ് ഈ ഫോണിലേക്ക് വിളിച്ചത്? അത് കേട്ട് മൂത്താപ്പ പറയും, നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? അവനാണ് എന്നെ വിളിച്ചത്, അവനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, അവൻ എന്തോ കണ്ടുപിടിച്ചെന്നും ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട്, എനിക്ക് മറ്റൊന്നും അറിയില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അത് നിങ്ങൾ ആദ്യം എന്നോട് പറയും. വില്ലൻ ടെൻഷനായി ഹീറോയെ പിടിച്ചിട്ട്, സത്യം പറയടാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് എന്നെ ചതിക്കാൻ നോക്കുന്നത്, നീ ഇനി പറയണ്ട, ഇനി ആര് ശബ്ദിച്ചാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വില്ലൻ തോക്ക് പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ ഹീറോ, ലെഫ്റ്റി, ഇയാൾ എന്നെ കൊന്നുകളയും ലെഫ്റ്റി, ഇവനോട് കൊല്ലണ്ടെന്ന് പറയും, സത്യം പറയും, എന്താണ് സംഭവിച്ചതെന്ന് നീ പറയും. ഇത് കേട്ട് വില്ലൻ ഷോക്കാവും. ഇവനെങ്ങനെ നിന്റെ പേരറിയാം, നീയും ഇവനും തമ്മിൽ എന്താണ് ബന്ധം? ഹീറോയുടെ പാർട്ട്ണറാണ് ലെഫ്റ്റി. അപ്പൊ ഹീറോ എഴുന്നേറ്റിട്ട്, നീ പറയുന്നോ ഞാൻ പറയുന്നോ, എനിക്ക് ജീവിക്കണം, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, എന്നെ എന്തിനാണ് നീ ഉപയോഗിച്ചത്, ഞാൻ തന്നെ പറയാം. ലെഫ്റ്റി ആണെങ്കിൽ ഞാനും ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ലടാ, ഇവൻ എന്തൊക്കെയോ പറയാണെന്ന് പറയും. അപ്പൊ ഹീറോ, എനിക്ക് മരിക്കാൻ വയ്യ, ഞാൻ സത്യം പറയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ലെഫ്റ്റിയും ഹീറോയിനും ബെറ്റിയും തമ്മിൽ ടെറസിൽ വെച്ച് കണ്ടുമുട്ടും. ഇവരാണ് റോബറിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്, അവിടെ ഹോൾ ഉണ്ടാക്കാൻ പറഞ്ഞ ഇവരാണ്. ഞങ്ങൾ 3 പേരും കിട്ടുന്ന പണം പങ്കുവെച്ചെടുക്കാന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവളെങ്ങാനും നിന്നെ സ്നേഹിക്കുന്നോണ്ട് നിന്നോട് സത്യം പറഞ്ഞാലോ എന്ന ഭയത്തിലാണ് ലെഫ്റ്റി എന്നോട് അവളെ ഇഞ്ചക്ഷൻ കൊടുത്ത് കിടത്താൻ
രക്ഷപ്പെടാൻ പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? നിങ്ങൾ 3 പേരും കൂടി ലോമാസിൽ ചെന്ന് ഒളിച്ചിരിക്കാന്നല്ലേ പ്ലാൻ ചെയ്ത്? അതും അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഇത് കേട്ട് വില്ലന്മാര് വീണ്ടും ഷോക്കാവും. കാരണം ആ രഹസ്യം മറ്റാർക്കും അറിയില്ല, ഇവര് 3 പേരല്ലാതെ. ഇതെല്ലാം എങ്ങനെ ഹീറോയ്ക്ക് അറിയാം? ഹീറോ ക്യാമറ വെച്ച് ഒളിച്ചിരുന്ന് കേട്ടതും ഇവര് ടണലിനകത്ത് വർത്താനം പറഞ്ഞത് കേട്ടതും ഒന്നും ഇവര് കണ്ടിട്ടില്ലല്ലോ, ഇവർക്കറിയില്ലല്ലോ. ഇവന്മാര് കുഴഞ്ഞു നിൽക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഡ്രോയർ തുറന്നു നോക്കൂ, അപ്പൊ മനസ്സിലാക്കും. വില്ലൻ ഡ്രോയർ തുറന്നു നോക്കുമ്പോൾ ലെഫ്റ്റിയുടെ വാച്ച്. ലെഫ്റ്റി അത് ബെറ്റിയെ കാണാൻ വന്നപ്പോൾ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാണ്. സോ ഇപ്പൊ കൺഫേം ആയി വില്ലന്മാർക്ക് ലെഫ്റ്റിക്ക് എന്ത് പറഞ്ഞിട്ടും രക്ഷയില്ല. സോ ഇവൻ ഉടനെ തോക്കെടുത്തിട്ട് ലെഫ്റ്റി ഉടനെ തോക്കെടുത്തിട്ട് ചേട്ടനെ ഷൂട്ട് ചെയ്യും. അടുത്തത് മെയിൻ വില്ലന്. എന്നാൽ അപ്പോഴേക്കും മെയിൻ വില്ലൻ ലെഫ്റ്റിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ചേട്ടനും മരണപ്പെട്ടു, ലെഫ്റ്റിയും മരണപ്പെട്ടു. ഇനിയുള്ളതാ വില്ലൻ മാത്രം. അവൻ ചേട്ടൻ മരിച്ച സങ്കടത്തിൽ കരഞ്ഞിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടയില്ല. ഭാഗ്യത്തിനാണ് നമ്മുടെ അണ്ണൻ രക്ഷപ്പെട്ടത്. ഈ സീൻ കഴിയുമ്പോഴാണ് ഉള്ളി നക്ക എഴുന്നേറ്റ് വരുന്ന തോക്കും എടുത്തിട്ട് അവിടെ താഴെ കിടന്ന് തോക്ക് കിട്ടി അക്കയ്ക്ക്. ഇവളിനി എന്താണോ ചെയ്യാൻ പോകുന്നത് ദൈവമേ, ഹീറോനെ എങ്ങാനും കൊല്ലുവോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ തന്റെ മകളെ പീഡിപ്പിച്ച് ഈ നാറിയെ കണ്ണെതിരെ കണ്ടുകിട്ടിയ ഒരമ്മ വെറുതെ വിടോ? ചത്തുപോടാ നാറി എന്ന് പറഞ്ഞു അവന്റെ തലക്കിട്ടൊരു പൊട്ട്. അങ്ങനെ അയാളെയും കൊന്നുകളഞ്ഞിട്ട് പെണ്ണ് ഓടി വന്ന് മോളെ കെട്ടിപ്പിടിക്കും. ഹീറോയും പുറകെ വരുന്നുണ്ട്. പുറകെ വന്ന് അവനും കെട്ടിപ്പിടിക്കും. ഇനിയിപ്പോ ദേഷ്യം തീരാണ്ട് അമ്മച്ചി പെണ്ണുങ്ങാനും തന്നെയും കൊന്നാലോ? അങ്ങനെയൊന്നുമല്ല, അവന് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ മൂത്താപ്പ കണ്ണടയും വെച്ച് എഴുന്നേക്കുന്നു. സംഭവ സീനെല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി. ഹീറോ തോക്കെടുത്ത് അനങ്ങിപ്പോരെന്ന് പറയുമ്പോൾ ആ തോക്ക് മാറ്റി വെക്കട ചെക്ക, എനിക്കെല്ലാം മനസ്സിലായി. നീ അവന്റെ പെണ്ണിനെ അടിച്ചു മാറ്റി ഇതെല്ലാം പ്ലാൻ ചെയ്തു അവന്മാരെ വീഴ്ത്തി. കൊക്കെത്ര കുളം കണ്ട. ഈ കളിയൊക്കെ പണ്ടേ ഞാൻ കഴിഞ്ഞ. നീ പേടിക്കണ്ട, ഇവന്മാരെ ബോഡിയെല്ലാം ഞാൻ കൊണ്ടുപോയി കളയാം, എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞ് ആ ബോഡിയെല്ലാം അപ്പൂപ്പൻ തന്റെ വണ്ടിയിൽ കയറ്റും. ഇനി എനിക്ക് ആ പണം വേണം, നീ വോൾട്ടീന്നെടുത്ത പണം അതെനിക്ക് തരുകയാണെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല, ശല്യമില്ലാതെ നിനക്ക് ജീവിക്കാം. അത് കേട്ട ഹീറോ, എന്നെ താൻ ഉപദ്രവിക്കണ്ട, പക്ഷെ തന്നെ എനിക്ക് ഉപദ്രവിക്കാൻ കഴിയും, അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഇയാൾ ഡീല് പറയുന്ന വീഡിയോ, ഹീറോ എടുത്ത വീഡിയോ അവൻ അപ്പൂപ്പനെ കാണിച്ചു കൊടുക്കും. സോ പണം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. ഹീറോ കളികൾ വേറെ കളിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അപ്പൂപ്പൻ ക്ലോക്ക് പെട്ടിയുടെ ഡോറ് തുറന്നു കിടക്കാണ്. അതിനകത്ത് ഈ ബിസ്ക്കറ്റ് ഉണ്ട്, പട്ടിക്ക് കൊടുക്കാൻ വെച്ച ബിസ്ക്കറ്റ്. മെല്ലെ അതെടുത്ത് കുറച്ചിട്ട്, ഇപ്പൊ സമയമായി, എന്റെ പ്രവർത്തനത്തിനുള്ള സമയമായി, ആരോട് എന്ത് പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കണമെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് തോക്കെടുത്ത് കൊച്ചിന്റെ തലയിൽ വെച്ചിട്ട്, അമ്മ വേണോ കുഞ്ഞു വേണോ, നിനക്ക് ആരെയാണ് വേണ്ടത്, 3 സെക്കൻഡ് സമയം തരാം. ഉടനെ ഹീറോ, വേണ്ട, എനിക്ക് ആ പണം വേണ്ട, പണം ബാഗിനകത്തുണ്ട്, അതെടുത്തിട്ട് പോയിക്കോളൂ, ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി, ഇത് ആദ്യമേ നിനക്ക് ചെയ്തുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞ അപ്പൂപ്പൻ ആ വീഡിയോ എവിഡൻസും പണവും എടുത്തിട്ട് എല്ലാം ഒരു പെണ്ണിന് വേണ്ടി എന്നും പറഞ്ഞ് കളിയാക്കി അവിടെ നിന്ന് കാറും എടുത്തിട്ട് പോവുകയാണ്. ഈ കുക്കീസും കുറിച്ചിട്ട് തന്നെ. പടത്തിന്റെ തുടക്കത്തിൽ വെച്ച കുക്കീസാണെന്ന് ഓർക്കണം. അതാണ് കഥയുടെ അവസാനം തീരുമാനിക്കുന്നത്. ഇത് കുറച്ച് തിന്ന് ബോധം നഷ്ടപ്പെടുമ്പോൾ, വിഷം കയറി ബോധം നഷ്ടപ്പെടുമ്പോൾ കാറ് പോയി മറ്റൊരു പിക്കപ്പിനകത്ത് ഇടിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിക്കുക? കാറിന്റെ ഡിക്കിയിൽ 3 ഡെഡ് ബോഡി ഉണ്ടല്ലോ, അകത്ത് പണവും ഉണ്ട്, എവിഡൻസും ഉണ്ട്. എന്ത് ചെയ്തിട്ട് ഇനിയിപ്പോൾ തലകുത്തി മറിഞ്ഞാലും അപ്പൂപ്പനെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. ചിലപ്പോൾ തട്ടിപ്പോയിട്ടും ഉണ്ടാവും. എന്തായാലും ആ കഥ അവസാനിച്ചു. ഇവിടെ നമ്മുടെ കൊച്ചു കുടുംബം അവര് സന്തോഷമായിട്ട് പുതുജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പന്റെ കയ്യും പിടിച്ച് കുഞ്ഞുമോള് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവിടെ വെച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന സിനിമ അവസാനിക്കുകയാണ്. സോ ഗൈസ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then, it's bye from Uru.